കള്ളിമുൾ ചെടി അറിയാത്തവരായിട്ട് ആരും കാണില്ല അല്ലേ? എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഫ്രൂട്ട് ഇപ്പോൾ നല്ല ഫേമസ് ആണ്, എല്ലാവരും കഴിക്കും. ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെയൊക്കെ ഒരു 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 ലുക്കൊക്കെ ഉണ്ട്. എന്നാൽ നമ്മൾ ഫ്രൂട്ടല്ല ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, നമ്മൾ കള്ളിമുൾ ചെടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് കള്ളിമുൾ ചെടിയുടെ ഒരു ഡ്രിങ്കഡ് ഡിഷ് എന്ന് പറയാം. നമുക്ക് ഈ മാലയും മോതിരങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഹെൽപ്ഫുള്ളായൊരു സംഭവം. അത് നമുക്കിന്നൊരു കള്ളിമുൾ ചെടിയുടെ രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ അതിൻ്റെ ഒരു ബേസായിട്ട് റൗണ്ട് ഷേപ്പിലൊന്ന് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ചെടി ഉണ്ടാക്കാം. ചെടി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ചില്ല വേണമല്ലോ. ചില്ലയല്ല, അതിൻ്റെ തന്നെ ഭാഗം. അത് 3 ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. ഫ്രണ്ടിൽ 2 ബാക്കിലായിട്ട് ഒരെണ്ണം. അപ്പോൾ ഒരു എഫക്റ്റ് ഉണ്ടാവും, ഒറിജിനാലിറ്റി. അതിന് ശേഷം 3 വെച്ചതിന് ശേഷം നമുക്കതിൽ കുറച്ച് വരകളും കൂടി ഇട്ട് കൊടുക്കാം. അതായത് അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി. സാധാ കള്ളിമുൾ ചെടിക്ക് മുള്ളും ഒരു വരയൊക്കെ ഒരു വ്യത്യസ്ത ഷേപ്പാണല്ലോ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഒരു ഭംഗി വരും. ഇതിൽ മുള്ളൊന്നും വെക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് വര ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതിനെ ആ ബേസായിട്ടുള്ള ആ റൗണ്ട് ഷേപ്പിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു റൗണ്ട് അതിൻ്റെ താഴെയും വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു ഭംഗിയാണ്. എന്നിട്ട് അതിനെ ഒന്ന് ബ്രഷ് ഇട്ടൊന്ന് തൂത്ത് കൊടുത്താൽ നല്ലൊരു സ്മൂത്ത്നെസ് വരും. അതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ വര ഇട്ട് കൊടുക്കുക. നമ്മുടെ പണിയായത് ആണിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വരയിടാൻ വേണ്ടിയിട്ട്. വേറെ നമ്മുടെ ആയുധങ്ങളൊന്നും ഇല്ല. ഇത് വെച്ച് വര ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ കള്ളിമുൾ ചെടിയുടെ ഫൈനൽ ലുക്ക് ഇതാണ്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.